സുരേഷ് ഗോപിയെ പിണറായിയുടെ പോലീസ് ഭയക്കുന്നത് എന്തിന്? മുഹമ്മദ് റിയാസ് സുരേഷ് ഗോപിയെ മിതവാദിയാക്കുന്നത് എന്തിന്? ജനയുഗവും മാത്യു കുഴൽനാടനും ഒരേ വിഷയം ചർച്ചയാക്കുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചേലക്കരയിൽ നടത്തിയ പ്രസംഗത്തിൽ വിവാദമായ ഒറ്റത്തന്ത പരാമർശം നടത്തിയപ്പോഴും മുനമ്പം വിഷയത്തിൽ പ്രകോപനപരമായി സംസാരിച്ചിട്ടും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അതൊന്നും അത്ര കാര്യമായി എടുത്തിട്ടില്ല. കേന്ദ്രമന്ത്രി ആയതിനാൽ തനിക്ക് ആരെയും എന്തും പറയാമെന്ന നിലയിൽ സുരേഷ് ഗോപി പെരുമാറുമ്പോൾ അതിനെതിരെ സമരമുഖം തുറക്കാനോ നിയമ നടപടികൾ സ്വീകരിക്കാനോ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ലെന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു. സുരേഷ് ഗോപിയും BJP നേതാവ് B ഗോപാലകൃഷ്ണനും നടത്തിയ വർഗീയ പരാമർശങ്ങൾക്കെതിരെ കേസെടുക്കാത്ത പിണറായി സർക്കാരിനെ വിമർശിച്ച് CPI മുഖപത്രം രംഗത്ത് വന്നത് വലിയ ചർച്ചയായിരിക്കുന്നു. മതസ്പർദ്ധയുണ്ടാക്കുന്ന വായ്ത്താരികൾ മുഴക്കിയ ഈ രണ്ട് മഹാന്മാർക്കുമെതിരെ പോലീസ് ഒരു പെറ്റിക്കേസ് പോലും എടുത്തില്ലെന്നത് കൗതുകകരമാണെന്ന് ജനയുഗം പത്രത്തിൽ പ്രസിദ്ധീകരിച്ച കിരാതൻ ഗോപിയും വാവരിസ്വാമിയും എന്ന ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടി. ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് CPI പത്രത്തിലെ പരാമർശം. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളാണ് സുരേഷ് ഗോപിയും B ഗോപാലകൃഷ്ണനും വെറുപ്പിന്റെ ഭാഷയിൽ സംസാരിച്ചത്. മുനമ്പം ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു വിവാദ പ്രസ്താവനകൾ. വഖഫ് ബോർഡിനെ കിരാതമെന്ന് ആക്ഷേപിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വഖഫ് ബോർഡ് സംവിധാനത്തെ ഒതുക്കിയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. മുനമ്പത്തേത് 4 അക്ഷരത്തിൽ ഒതുങ്ങുന്ന കിരാതമാണ്. ആ ബോർഡിന്റെ പേര് താൻ പറയില്ലെന്നും ഭാരതത്തിൽ ആ കിരാതത്തെ ഒതുക്കിയിരിക്കുമെന്നുമാണ് സുരേഷ് ഗോപി ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പറഞ്ഞത്. നേരത്തെ ADGP MR അജിത് കുമാറിന്റെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുമായും പൂരം കലക്കിയതുമായും ബന്ധപ്പെട്ട് CPI മുഖപത്രമായ ജനയുഗം മുഖ്യമന്ത്രിയെ മുൾമുനയിൽ നിർത്തുന്ന വിമർശനങ്ങൾ നടത്തിയിരുന്നു. LDFിൽ CPMുമായുള്ള CPIയുടെ ബന്ധം അത്ര സുഖകരമല്ലെന്നത് അടിവരയിടുകയാണ് മുഖപത്രത്തിലൂടെയുള്ള ഈ കടുത്ത വിമർശനങ്ങൾ. വഖഫുമായി ബന്ധപ്പെട്ട് B ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശവും വലിയ വിവാദമായി. ശബരിമലയിൽ വാവരെന്ന ഒരു ചെങ്ങായി 18ാം പടിക്ക് താഴെ ഇരിപ്പുണ്ട്. അയാൾ നാളെ ശബരിമലയെ വഖഫായി പ്രഖ്യാപിച്ചാൽ അയ്യപ്പനും കുടിയിറങ്ങേണ്ടി വരില്ലേ? വേളാങ്കണ്ണി മാതാവിന്റെ ദേവാലയം വഖഫായി പ്രഖ്യാപിച്ചാൽ ക്രിസ്ത്യാനികൾക്ക് വേളാങ്കണ്ണി ദർശനമല്ലേ നിഷേധിക്കപ്പെടുക? എന്നിങ്ങനെയായിരുന്നു B ഗോപാലകൃഷ്ണന്റെ പരാമർശങ്ങൾ. സുരേഷ് ഗോപിയും B ഗോപാലകൃഷ്ണനും നടത്തിയത് സമൂഹത്തിൽ മതവിദ്വേഷം പടർത്താൻ പോകുന്ന പരാമർശങ്ങളാണെന്നും രാജ്യദ്രോഹ കുറ്റം ചുമത്താവുന്നതാണെന്നും CPI മുഖപത്രം ചൂണ്ടിക്കാട്ടുന്നു. ഈ തരത്തിൽ മുഖ്യമന്ത്രിക്ക് കേന്ദ്ര സർക്കാരിനോടും സുരേഷ് ഗോപിയോടുമുള്ള മൃദു സമീപനം ജനയുഗം ചർച്ചയാക്കുമ്പോൾ കോൺഗ്രസ് നേതാവായ മാത്യു കുഴൽനാടൻ പിണറായി വിജയനെ പരിഹസിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ശ്രദ്ധേയമായി. പിണറായി വിജയനെ കൺവിൻസിംഗ് സ്റ്റാർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റിൽ 2 ഫോട്ടോകളാണുള്ളത്. പിണറായി വിജയനും ആലത്തൂർ MP രാധാകൃഷ്ണനും ഒരുമിച്ചുള്ളതും പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരുമിച്ചുള്ളതുമായ ചിത്രങ്ങൾ. നിങ്ങൾ ഡൽഹിയിൽ പോയി ഉന്നത പദവി വഹിക്കുക, ഞാൻ അവനെ മുഖ്യമന്ത്രിയാക്കിയിട്ട് വരാം എന്ന ക്യാപ്ഷനോടെ K രാധാകൃഷ്ണനൊപ്പമുള്ള ചിത്രത്തിനൊപ്പവും നിങ്ങൾ ED ഒന്ന് കൈകാര്യം ചെയ്യും, ഞാൻ പോയി തൃശൂർ ശരിയാക്കിയിട്ട് വരാം എന്ന ക്യാപ്ഷൻ മോദിയോടൊപ്പമുള്ള ചിത്രത്തിനൊപ്പവും പങ്കുവച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ നിരന്തരം അവഹേളിക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ BJPയിലെ മിതവാദിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വിശേഷിപ്പിച്ചതും UDF കേന്ദ്രങ്ങൾ ചർച്ചയാക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ തലവെട്ടും കൈവെട്ടുമാണ് നടക്കാറുള്ളതെന്നും കേരളത്തിൽ അത്ര പ്രശ്നങ്ങളൊന്നുമില്ലെന്നുമാണ് മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ജനയുഗം നടത്തിയ വിമർശനവും മാത്യു കുഴൽനാടന്റെ കൺവിൻസിംഗ് സ്റ്റാർ ഫേസ്ബുക്ക് പോസ്റ്റും ഇപ്പോൾ മുഹമ്മദ് റിയാസ് സുരേഷ് ഗോപിയെ മിതവാദിയെന്ന് വിശേഷിപ്പിച്ചതുമായിട്ട് കൂട്ടി വായിക്കുകയാണ് രാഷ്ട്രീയ കേരളം.